അമ്മയുടെ പേരെന്താ? ഇവര് കൗൺസിലേഴ്സ് ആണ് കേട്ടോ. അപ്പൊ ഈ പെരിന്തൽമണ്ണയിലെ പൊതുവെ മുനിസിപ്പാലിറ്റി അല്ലേ ഇത്? കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റിയാ. പൊതുവെ എങ്ങനെയാ നമുക്കുള്ള ഏറ്റവും വിഷമകരമായ കാര്യം നമ്മൾ കുറെ ജില്ലകളായി 10 ജില്ലയായാലും വിജയം 10 ജില്ലകൾ കടക്കുമ്പോ എല്ലാ സ്ഥലത്തിലും ഈ രാസലഹരി ഉണ്ട്. അപ്പൊ ഇവിടെ എങ്ങനെയാ നമ്മള് കുട്ടികള് അമ്മമാർക്കാ പേടി ഇപ്പൊ ടെൻഷൻ? ഓക്കെ അല്ലേ? പേടിച്ചിരിക്കാന്നോ? അല്ല നമ്മുടെ കുട്ടികൾ കുഴപ്പമില്ല, പക്ഷെ അയലത്തൊരു MDMA കാരനുണ്ടായവൻ കൊലക്കത്തിയായിട്ട് കയറി വരില്ലേ രാത്രി? തീർച്ചയായിട്ടും പരാതി വരാറുണ്ട്, പക്ഷെ നമ്മളവിടെ ആ പാരന്റ്സിനെ അത് പിൻവലിക്കാറാണ്, പിന്നെ അവരെ മുന്നോട്ട് പോകാൻ തയ്യാറാവാറില്ല. ആഷ്മി ഇതൊരു ഡോക്ടറാ, ഫിസിയോതെറാപ്പി എല്ലാ കയ്യിലും പരിപാടിയുണ്ട്, കലാപരിപാടി മൊത്തം. അപ്പൊ എനിക്കൊന്ന് ഇതിലേക്കൊക്കെ ആൾക്കാർ ശ്രദ്ധ തിരിയട്ടെ. ഇതിലെന്ന് വെച്ചാൽ നമ്മള് അമ്മമാര് ഭയപ്പെട്ടിട്ട് കാര്യമില്ല. എന്തുകൊണ്ടൊരു കുട്ടി അതിലോട്ട് പോയി എന്ന് കണ്ടിട്ട് അതിനാണ് നമ്മൾ ഇതാക്കേണ്ടത്. കാരണം ഈ തലമുറ ചീത്തയാണ്, പേടിച്ചിട്ട് കാര്യമില്ല. പക്ഷെ അവരെ നമ്മൾ സ്നേഹം കൊണ്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. കാര്യം പറ്റിപ്പോയാൽ ഇനി എന്താണ് ചെയ്യേണ്ടത്? അതിനവരെ ആദ്യം അവരെ ക്ഷമയോടെ കേട്ട് അവർക്ക് വേണ്ട ഇത് കൊടുക്കണം. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഭയം വേണ്ട, ജാഗ്രത മതി, സ്നേഹമായിരിക്കണം. സ്വല്പം താമസിച്ചു ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് ആഷ്മിയുടെ ഒരു ഫിറ്റ്നസ് വേണമെങ്കിൽ. എന്താ പേര്? ട്രീസ. പറയൂ ട്രീസ. ഡോക്ടർ ട്രീസ. അതെ, ഈ തലമുറയ്ക്ക് നമ്മൾ പറഞ്ഞതുപോലെ കുട്ടികൾ വഴുതി വീഴുന്നുണ്ട് ലഹരിയിലേക്ക്. അതിന് പല സമ്മർദ്ദങ്ങൾ ഉണ്ടാവാം, പിയർ പ്രഷർ ഉണ്ടാവാം. ജാഗരൂകരാകേണ്ടത് മാതാപിതാക്കളും അതോടൊപ്പം അധ്യാപകരുമാണ്. അധ്യാപകരുടെ സൈഡിൽ നിന്ന് മാതാപിതാക്കൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയാൽ പലപ്പോഴും സംഭവിക്കുന്നത് അവര് ഒറ്റയടിക്ക് നിരസിക്കുകയാണ്. എന്റെ മകൻ അങ്ങനെയല്ല, എന്റെ മകൾ അങ്ങനെയല്ല. അതിലെന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് അന്വേഷിച്ച് അതിൽ കാര്യമുണ്ടെന്ന് കണ്ടെത്തിയാൽ ആ കുട്ടിയെ അതനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് മാതാപിതാക്കളും അധ്യാപകരും കൂട്ടായിട്ട് തയ്യാറെടുക്കണം. അത് സമ്മതിക്കണം. അധ്യാപകരുടെ റോള് നമ്മൾ അംഗീകരിക്കണം. അവർ ആത്മാർത്ഥമായിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ അംഗീകരിക്കണം. കുടുംബത്തിന്റെ സഹായം കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മക്കളെ രക്ഷിച്ചെടുക്കാനാവും. ഓക്കേ, താങ്ക് യു. നമ്മൾ ഇനിയും കാണും. കോഴിക്കോട്. സുഖാണോ? പിണങ്ങിയോ? ശരിയാവത്തില്ല. ഓക്കെ. ശ്രീകണ്ഠൻ നായരുടെ ഈ ശ്രമത്തെ പ്രോത്സാഹിപ്പിക്കാതിരിക്കാൻ കഴിയില്ല. കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ചാനൽ എന്നുള്ള എനിക്ക് നല്ല പ്രവർത്തനങ്ങൾ 40 വർഷം പൂർത്തിയാക്കി എന്നുള്ള അഭിനന്ദനാർഹരാണ്. തെരഞ്ഞെടുപ്പിന്റെ പേര് സുബ്രഹ്മണ്യൻ, വ്യാപാരി വ്യവസായ മലപ്പുറം ജില്ലാ പ്രസിഡന്റാണ്. വ്യാപാരികൾ സമ്മാനം കിട്ടി. ഗുഡ് മോർണിംഗ്. എഡ്വേർഡ് ക്ലബ്ബ് പെരിന്തൽമണ്ണ. അടുത്ത മാസം സാറിന്റെ പ്രചോദനം ഉൾക്കൊണ്ടിട്ട് ഞങ്ങൾ ഒരു ലഹരി വിരുദ്ധ ക്യാമ്പ് നമ്മുടെ എല്ലാവരും നടത്തണം. ഇത് ഭയങ്കര അവബോധമാണ്. ഓ ശരി. എന്താ അങ്ങനെ പേര്? ഷഹീദുള്ള. ഓക്കെ, അപ്പൊ നമുക്ക് കോഴിക്കോട് ഒന്ന് കാണാം. 20 കോഴിക്കോട്. ഓ തീർച്ചയായും. നിങ്ങൾ അവിടെ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, റെഡി. ഏർലി ബേർഡ്സ് ക്ലബ്ബ്. ഏർലി ബേർഡ്സ് രാവിലെ ഉണർന്ന കിളികളാണ് ഇവർക്ക്. അല്ലേ? വലയിൽ പോയിണ കിളികളാണ്. അത് കഴിഞ്ഞ് കോഴിമുട്ടയും ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ നാടൻ കോഴിമുട്ട, താറാമുട്ട, നാടൻ കോഴിമുട്ട. ഓക്കെ, അപ്പൊ ഞങ്ങൾ ലൈവ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, വളരെ സന്തോഷം. സുഖല്ലേ ചേട്ടാ? ലഹരിക്കെതിരെ ഞങ്ങൾ 18 വർഷമായി ഞങ്ങൾ ഇവിടെ മാരത്തോൺ നടത്തുന്നത്. പെരിന്തൽമണ്ണയിലെ ഫസ്റ്റ് ഏർലി ബേർഡ്സ് ക്ലബ്ബാണ് ഇവിടെ മാരത്തോൺ സംഘടിപ്പിച്ചത്. 18 വർഷമായിട്ട് അന്ന് തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ. അപ്പൊ ജനുവരി 26-ന് റിപ്പബ്ലിക് തന്നെ ജനുവരി 26-ന് എല്ലാ പ്രാവശ്യവും ഞങ്ങൾ മാരത്തോൺ സംഘടിപ്പിക്കാറുണ്ട്. അതിന്റെ അടുത്ത് ഞങ്ങൾ ഈ മുദ്രാവാക്യം നമ്മൾ ആ സമയത്ത് തന്നെ വെച്ചിട്ടുണ്ട്. സേവ് ഹെൽത്ത് എന്നാണ് ഞങ്ങൾ മുദ്രാവാക്യം. ഓക്കെ ചേട്ടാ, സുഖാണല്ലോ? ചേട്ടാ സിനിമയിലല്ലോ അഭിനയിച്ചു? അഭിനയിക്കണം. എനിക്കും ആഗ്രഹമുണ്ട്. നമുക്ക് ഒരുമിച്ച് വിജയ കട്ടെ. അല്ല ആഷ്മി, നമുക്കും ആഗ്രഹമുണ്ടല്ലോ. നമുക്ക് ഒന്നിച്ചാരല്ലേ അപ്രോച്ച് ചെയ്യാം അല്ലേ? ഫിറ്റാ. ഓക്കെ ഓക്കെ. ന്യൂസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ. ഓക്കെ, കോഴിക്കോട് കാണണം. ഞാൻ ഉണ്ടാവും, നിങ്ങളുണ്ടാവില്ലേ? ഉണ്ടാവണം. എന്താ പേര്? മണി. സാറിന്റെ പ്രോഗ്രാം സൂപ്പറാണ്. ഞാൻ സിനിമ സീരിയൽ സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ് ആണ്. ഇപ്പൊ നമ്മുടെ പെരിന്തൽമണ്ണയിൽ നമ്മുടെ അഷറഫ് മുന്നേ നടത്തുന്ന ലഹരിക്കെതിരെയുള്ള ഒറ്റയാൾ പോരാട്ടം ഒരു നമ്മളെ നാടിന് തന്നെ അഭിമാനമാണ്. കാരണം കേരളത്തിന് അഭിമാനമാണ്, ലോകത്തിന് അഭിമാനമാണ്. നമ്മളെ മക്കളെല്ലാവരും വഴിതെറ്റി പോകുന്ന ഒരു കാലഘട്ടമാണത്. അപ്പൊ അതിനെതിരെ